സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ രമ്യകം ആരംഭിക്കുന്നു. ഭാഗം 1. ഐവി, ഈണത്തിൽ ഫ്രിഞ്ചി വിളിച്ചു. ഈണത്തിൽ തന്നെ അവൾ വിളി കേട്ടു. ഇനി വണ്ടി വീട്ടിലോട്ട് വിടട്ടെ? വീട്ടിലേക്കോ? അവൾ എടുത്തു ചോദിച്ചു. യെസ്, ഫ്രിഞ്ചി വിഹാറിലേക്ക്. തറപ്പിച്ച് തെല്ലും കൂസാത്ത മറുപടി. അയ്യോ! ഐവി നടുങ്ങി. അവൾ അവനിൽ നിന്ന് പിടിവിട്ട് തെല്ലകന്നു മാറി. ഒരു കരം സ്റ്റിയറിങ്ങിൽ, ഒരു കരം ഐവിയുടെ തോളിൽ. അങ്ങനെ ഇരുന്നാണ് അവൻ്റെ ഡ്രൈവിങ്. അവനോട് ചേർന്നിട്ട് ഒരു കൈ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് തല ചായ്ച്ചായിരുന്നു അവളുടെ ഇരിപ്പും. വല്ലപ്പോഴും മറ്റുള്ളവരറിയാതെ കാണാനും തെല്ലി സംസാരിക്കാനും വേണ്ടി മാത്രം അവർ ഒരുക്കുന്ന യാത്ര. 1-2 ആഴ്ച കൂടുമ്പോൾ മാത്രം കോളേജിൽ നിന്ന് ഫ്രിഞ്ചി അവളെ കാറിൽ കയറ്റും. യാത്രയിൽ സംസാരിക്കും, തിരിച്ചു പോരും. ഫ്രിഞ്ചിക്ക് അത് പോരാ. ഇത്തിരി കൂടി സ്വാതന്ത്ര്യം കാട്ടാൻ അവൻ്റെ മനസ്സും ശരീരവും തുടിച്ചു. നല്ലോണം ഒന്ന് ചേർന്നിരിക്കാൻ, നല്ലതുപോലെ ഒന്ന് കാണാൻ, മറ്റെല്ലാം മറന്നൊരുമിക്കാൻ, ഒന്നായി അലിഞ്ഞു ചേരാൻ, പരസ്പര ബദ്ധതയോടെ ജീവിക്കാൻ, ഒരു കുടുംബനാഥനാകാൻ, ഭർത്താവാകാൻ ഒക്കെയാണ് അവൻ്റെ തിടുക്കം. ആ തിടുക്കം ഐവിക്കും ഇല്ലാതില്ല. എന്നിട്ടും അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ അവൾ ഭയന്നുപോയി. അവൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം ഉറ്റുനോക്കി. എന്താടോ താനിങ്ങനെ തുറച്ചു നോക്കുന്നത്? ഫ്രിഞ്ചി ചോദിച്ചു. ഇയാളിപ്പോൾ എന്താ പറഞ്ഞത്? ഐവി ഉത്കണ്ഠയോടെ ചോദിച്ചു. കേട്ടില്ലായിരുന്നോ? എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്, ഫാദറിനെ കാണാൻ. ഫാദറിനെ കാണാൻ? യെസ്. കാര്യമായിട്ടാ? പിന്നെ കളിയായിട്ടാ ഫാദറിനെ കാണുക? ഫ്രിഞ്ചി, ആർ യു സീരിയസ്? അവൾ വീണ്ടും എടുത്തു ചോദിച്ചു. യെസ്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്തുകൊണ്ട്? ഐവി നിശബ്ദയായി. എന്താ വിശ്വസിക്കാത്തതെന്ന്? എന്നിട്ടും അവൾ മിണ്ടിയില്ല. കാറിൻ്റെ മുൻഗ്ലാസിലേക്ക് ശ്രദ്ധിച്ചു. പിന്നോട്ടോടുന്ന കാഴ്ചകളും പിന്നിട്ടു പോകുന്ന വഴിത്താരകളും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഫ്രിഞ്ചിയുടെ ഫാദർ DYSP ഫെർണാണ്ടസ്. കടുവയെന്ന് പറഞ്ഞാൽ ആർക്കാണ് അറിയാത്തത്? ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എല്ലാവർക്കും ആളെ ഭയമാണ്. പക്ഷെ ഫ്രിഞ്ചിയോ? എത്ര സോഫ്റ്റാണ് സ്വഭാവം! കടുവ ഫെർണാണ്ടസിൻ്റെ ഒരേ ഒരു മകൻ. എന്തൊരു അന്തര സ്വഭാവത്തിൽ! ഫ്രിഞ്ചി പറയുന്നത് ആ കടുവ ഫാദറിനെ കാണാൻ പോകാനാണ്, പരിചയപ്പെടുത്താൻ. എങ്ങനെ? ഭാവി വധുവായി മകൻ്റെ. ദൈവമേ, ഓർക്കുമ്പോഴേ ഭയമാകുന്നു. എനിക്കിതാണ് പിടിക്കാത്തതും മനസ്സിലാകാത്തതും. എൻ്റെ ഫാദറിനെ ഇയാൾ ഇത്ര ഭയപ്പെടുന്നത് എന്തിനാണ്? പിടിച്ചു തിന്നുമോ? ഫ്രിഞ്ചി പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. പിടിച്ചു തിന്നിട്ടാണോ ഫ്രിഞ്ചി? പിന്നെന്താണ്? മുഖം നോക്കാതെ ജോലി ചെയ്യുന്നു എൻ്റെ ഫാദർ. കുറ്റക്കാരെ പിടിക്കുക, ശിക്ഷിക്കുക, ഇതൊക്കെയാണ് ഒരു നീതിപാലകൻ്റെ കടമ, അല്ലേ? അത് ചെയ്യുന്നത് എങ്ങനെയാ തെറ്റാകുന്നത്? ഇയാളുടെ ഫാദർ ചെയ്യുന്നത് എന്താ? എൻ്റെ ഡാഡി ചെയ്യുന്നതിനേക്കാൾ നീചമല്ലേ, ക്രൂരമല്ലേ? എത്ര പേരെ കാരാഗ്രഹത്തിലേക്ക് വിട്ടിട്ടുണ്ട്, തൂക്കിക്കൊല്ലാനും വിധിച്ചിട്ടില്ലേ? ഒരു ജഡ്ജിയുടെ കടമ പിന്നെ എന്താണ്? സ്വന്തം ഫാദർ ആയപ്പോൾ ന്യായമായി. അതുതന്നെയാണ് ഞാനും പറഞ്ഞത്, ഫ്രിഞ്ചി വിവരിച്ചു. എൻ്റെ ഫാദർ കുറ്റക്കാരെ തേടി പിടിക്കുന്നു, തൻ്റെ ഫാദർ അവരെ ശിക്ഷിക്കുന്നു. തൂക്കിക്കൊല്ലാൻ കയർ കഴുത്തിൽ കുരുക്കുകയും ലിവർ വലിക്കുകയും ചെയ്യുന്ന ആരാച്ചാരുണ്ടല്ലോ, അയാളും മനുഷ്യനാണ്, കുടുംബവുമുണ്ട്, കുഞ്ഞുങ്ങളുമുണ്ട്. പക്ഷേ അയാൾ ചെയ്യുന്നത് അയാളുടെ ജോലിയാണ്. എന്തിനു വേണ്ടി? കുടുംബം പോറ്റാൻ വേണ്ടി. അയാളുടെ മക്കൾ ഭയപ്പെട്ടാലോ? മറ്റുള്ളവർ അയാളെ കാണാൻ ഭയപ്പെട്ടാലോ? എന്തേ ഐവി മിണ്ടാത്തത്? എൻ്റെ ഫാദർ കടുവയാണ് ലോകത്തിനു മുമ്പിൽ. പക്ഷേ എൻ്റെ മുന്നിൽ എന്നെ മാത്രം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഡാഡിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഡാഡി തൻ്റെയും പ്രിയപ്പെട്ട ഡാഡിയാണ്. ഓക്കെ? ആയിക്കോട്ടെ, ഐവി സമ്മതിച്ചു. പലപ്പോഴും ഇങ്ങനെ വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട്. ഐവി അതിമനോഹരമായി പാടും, ഗിത്താർ വായിക്കും. ഗിത്താറിൽ ഒരു ഭ്രമം തന്നെയാണ് ഫ്രിഞ്ചിക്കും. ആ ഭ്രമം ഇരുവരും തമ്മിലുള്ള പ്രേമത്തിലെത്തി. ആർക്കും ആ ബന്ധത്തെ കുറ്റപ്പെടുത്താനാവില്ല, തടുക്കേണ്ടതില്ല. സെഷൻസ് ജഡ്ജി ജോൺ ഫ്രാൻസിസിൻ്റെ ഒരേയൊരു മകൾ ഐവി ജോൺ ഫ്രാൻസിസ്. DYSP ഫെർണാണ്ടസിൻ്റെ ഒരേയൊരു മകൻ ഫ്രിഞ്ചി ഫെർണാണ്ടസ്. ഇരുവർക്കും പണമുണ്ട്, സ്വാധീനമുണ്ട്. മകന് ഏറ്റവും നല്ലൊരു ബന്ധം കിട്ടാനേ ഫെർണാണ്ടസ് ആഗ്രഹിക്കൂ. മകൾക്ക് ഏറ്റവും നല്ലൊരു ബന്ധം കിട്ടുന്നതല്ലേ ജോൺ ഫ്രാൻസിസിനും താല്പര്യം. ഇരു കൂട്ടരും തമ്മിൽ ആലോചിച്ചാലോ? മറിച്ചൊന്നും ആലോചിക്കാതെ നടക്കുകയും ചെയ്യും. ഫ്രിഞ്ചിക്കും അക്കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഐവി എന്തിനു ഭയപ്പെടണം? ഐവി ഇപ്പോഴും പഠനം തന്നെ, PGക്ക്. ഡിഗ്രി എടുത്തതോടെ ഫ്രിഞ്ചി പഠനം നിർത്തി. ടൗണിലൊരു ഇലക്ട്രോണിക്സ് ഗുഡ്സിൻ്റെ ഷോറൂം തുറന്നിരിക്കുന്നു. നല്ല വരുമാനവുമുണ്ട്. ഇനി വിവാഹം ഫെർണാണ്ടസ് നിർബന്ധിക്കുന്നു. കാരണം ഫ്രിഞ്ചിയുടെ മമ്മിയുടെ മരണത്തോടെ ഒരു പെണ്ണിൻ്റെ പെരുമാറ്റമില്ലാതെ വീട് അലങ്കോലപ്പെട്ടിരിക്കുന്നു. ഒരു പെണ്ണ് വേണം. അത് ഇഷ്ടപ്പെട്ട പെണ്ണായാലോ? ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഫാദറിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തുക.
ഇഷ്ടപ്പെട്ടോ ഡാഡി എന്ന് ചോദിക്കുക. റിഞ്ചിയുടെ ഒരു സ്വപ്നമാണത്. പലപ്പോഴും അവൻ അതിന് തുനിഞ്ഞതാണ്. പക്ഷെ ഐവി എതിർത്തു. വധുവായി വലതുകാല് ചവിട്ടി കടന്നു ചെല്ലേണ്ടുന്ന വീട് എന്തിനു മുൻപേ പോകണം? റിഞ്ചിയുടെ അത്രയും പുരോഗമനം വേണ്ട എന്ന അഭിപ്രായമാണ് ഐവിക്ക്. അതാണ് അവളുടെ മൗനത്തിൻ്റെ അർത്ഥം. എടോ, ഇയാൾ എന്താ മിണ്ടാത്തതെന്ന് റിഞ്ചിക്ക് ഗൗരവം ഏറി. അവൻ കാർ നിർത്തിയിരിക്കുകയാണ് വഴിയോരം ചേർത്ത് വീടിന് മുൻപിൽ. അല്ലെങ്കിലും ഇയാൾക്ക് എന്താ ഇത്ര ധൃതി? ഞാനിപ്പോൾ പഠിക്കുമല്ലേ? ഐവി ചുണ്ടിയെടുത്തു. അയ്യടാ, പഠിച്ചു. എന്താണ് ഇനി പഠിക്കാനുള്ളത്? ഇങ്ങോട്ട് വാ, ഞാൻ പഠിപ്പിക്കാമല്ലോ. റിഞ്ചിക്ക് അതിനേക്കാൾ ചുണ്ടി. അയാൾക്കിപ്പോൾ പഠിക്കണമെന്ന്. ബാക്കിയുള്ളവൻ ഇവിടെ ഒറ്റയ്ക്ക് നടന്നും ഇരുന്നും കിടന്നും. ദേ പെണ്ണെ, എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഓ ഫ്രിഞ്ചി, ഐവി ചിരിച്ചുപോയി. ഇയാളുടെ ഒരു ധൃതി. എനിക്കാണെങ്കിൽ വയസ്സ് 20 കഴിഞ്ഞേയുള്ളൂ. അതുതന്നെ ധാരാളം. പ്രഗ്നൻ്റായി കിട്ടിയാൽ പോരെ? കൈ വിറയ്ക്കുന്നു. ഫ്രിഞ്ചിയുടെ ഡാഡി എന്താ പറയുകയെന്ന്. താൻ എൻ്റെ വുഡ്ബി അല്ലേ? പിന്നെ ഫാദറിൻ്റെ വുഡ്ബി ഡോട്ടർ ഇല്ല അല്ലേ? പിന്നെ എന്തിനു ഭയപ്പെടണം? ഫ്രിഞ്ചി ധൈര്യപ്പെടുത്തി. ഇയാൾ കാറിൽ തന്നെ ഇരുന്നോളൂ, ഞാൻ വന്ന് വിളിക്കാം. ധൈര്യമൊക്കെ പറഞ്ഞെങ്കിലും എനിക്കും ഇപ്പോൾ ഒരു ചെറിയ വിറയൽ. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രിഞ്ചി ചിരിയോടെ വാതിൽ തുറന്നകത്തേക്ക് പോയി. നെഞ്ചിടിപ്പോടെ ഐവി കാത്തിരുന്നു. കുര്യാപ്പി, ഡാഡി എവിടെ? ഫ്രിഞ്ചി ജോലിക്കാരനോട് അന്വേഷിച്ചു. മോളിലുണ്ട് സാറേ, കുര്യാപ്പി പറഞ്ഞു. കുര്യാപ്പി, കാപ്പി വേണം 2 പേർക്ക്. ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റും. ഇപ്പം ശരിയാക്കാം സാറേ. ചെല്ല്. ഫ്രിഞ്ചി ഗോവണി വഴി മുകളിലേക്ക് കയറി. ഫെർണാണ്ടസ് മുറിയിലുണ്ടായിരുന്നില്ല, അപ്പുറത്തെ ലോബിയിലായിരുന്നു. ഫ്രിഞ്ചി അങ്ങോട്ട് ചെന്നു. ആടുന്ന കസേരയിലായിരുന്നു ഫെർണാണ്ടസ്. മുമ്പിൽ ടീപ്പോയ്മേൽ ഗ്ലാസും ഐസ് ബക്കറ്റും കുപ്പിയും. ഗ്ലാസ്സിലൊഴിക്കുക, ഐസിടുക, കസേരയിലിരുന്ന് ആടിക്കൊണ്ട് മെല്ലെ സിപ്പ് ചെയ്യുക. മമ്മി മരിച്ചതിന് ശേഷം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഡാഡി ഈ പൊസിഷനിലായിരിക്കും. ഫ്രിഞ്ചിക്കറിയാം. അധികം കഴിക്കാറില്ല. വളരെ സമയമെടുത്ത് മെല്ലെ മെല്ലെ അങ്ങനെ ഇരിക്കും. ഒരുപക്ഷെ അതൊരാശ്വാസമാകും. കൂടുതലാകുന്നു എന്ന് തോന്നിയാൽ ചിലപ്പോൾ ഫ്രിഞ്ചി ഇടപെടും. ഫെർണാണ്ടസ് മകനെ അനുസരിക്കുകയും ചെയ്യും. ഡാഡി, ഫ്രിഞ്ചി അടുത്ത് ചെന്നു. ആടിക്കൊണ്ട് തന്നെ മൂളൽ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഒരാൾ ഡാഡിയെ കാണാൻ വന്നിട്ടുണ്ട് താഴെ. നീ കൂട്ടിക്കൊണ്ടു വന്നതല്ലേ? ഫെർണാണ്ടസ് ആട്ടം നിർത്താതെ തന്നെ പെട്ടെന്ന് ചോദിച്ചു. ഫ്രിഞ്ചി ഒന്ന് വിളറി, പതുങ്ങി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഡാഡി താഴേക്കൊന്ന് വന്നാൽ. എന്താ, ഐവി മുകളിലേക്ക് വരില്ല എന്ന് പറഞ്ഞോ? ഫ്രിഞ്ചി ഞെട്ടിപ്പോയി ഇത്തവണ. എന്താണ് കേട്ടത്? താൻ പറയും മുമ്പ് സൂചിപ്പിക്കുക പോലും ചെയ്യും മുമ്പ് ഐവി എന്ന പേര് പോലും കൃത്യമായി. നീ എന്താ മിണ്ടാത്തത്? ഡാഡി ഐവിയെ. ഫ്രിഞ്ചി നിർത്തി. അറിയുമോ എന്നോ അറിയുന്നത് എങ്ങനെയെന്നോ? രണ്ടിനും ഉത്തരം തരാം. ഐവി ജോൺ ഫ്രാൻസിസ് സെഷൻസ് ജഡ്ജിയുടെ ഒരേ ഒരു മകൾ. ഈസ് ഇറ്റ് കറക്റ്റ്? അവൻ ഉമിനീരിറക്കി. ഞാനൊരു DYSP ആണ്. മകൻ മാത്രം ചെയ്യുന്നതൊക്കെ എൻ്റെ കൺമുമ്പിൽ നിന്നും അകലെയാണ് എന്ന ധാരണ നീ വെച്ചു പുലർത്തുന്നു എന്നു മാത്രം. ഫെർണാണ്ടസ് ചിരിച്ചു. ഫ്രിഞ്ചി വീണ്ടും വിളറി. എന്നെ ആ കുട്ടി കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവും. കടുവ ഫെർണാണ്ടസ് എന്നു മാത്രം. ഡാഡി, ഫ്രിഞ്ചി ആകെ ചമ്മിപ്പോയി. പറയാൻ വന്ന ഭാഗങ്ങളൊക്കെ വിട്ടുപോയി. നിങ്ങൾ തമ്മിൽ പ്രേമം, കടുത്ത പ്രേമം, പിരിയാൻ വയ്യാത്തത്ര പ്രേമം. ഇപ്പോൾ അവളെ ഇവിടെ കൊണ്ടുവന്നത് വിവാഹത്തിന് സമ്മതം വാങ്ങാൻ, വൈകാതെ നടക്കാൻ നടപടിയെടുക്കാൻ. അവൻ തലയാട്ടി, ചമ്മലോടെയാണെങ്കിലും. എൻ്റെ മകൻ്റെ വിവാഹം ഏറ്റവും ഗംഭീരമായി എല്ലാവരെയും ക്ഷണിച്ച് ഒരു മഹാസംഭവം പോലെ നടത്തണമെന്ന് ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നു. മരിക്കും മുമ്പ് നിൻ്റെ മമ്മിയും അങ്ങനെ പറഞ്ഞിരുന്നു. നിൻ്റെ സെലക്ഷൻ, നിൻ്റെ ഇഷ്ടം. ഇവിടെ പ്രാധാന്യവും അതാണല്ലോ. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം ഞാൻ അടിച്ചേൽപ്പിക്കുന്നതിൽ എന്ത് കാര്യം? ഒന്നുമില്ല. നീ ആഗ്രഹിക്കുന്ന പെണ്ണിനെ തന്നെ നീ സ്വന്തമാക്കുക. ഫ്രിഞ്ചിയുടെ അകം കുളിർക്കുകയാണ്. എത്ര എളുപ്പം, ലളിതം. ഈ നിമിഷത്തെ ഞാൻ ഭയക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി എന്നോ. കസേരയുടെ ആട്ടം നിന്നു. ഫെർണാണ്ടസിൻ്റെ ശബ്ദം മാറിയിരുന്നു. ഫ്രിഞ്ചി അമ്പരന്ന് നോക്കി. അതെ, ഒരു തീരുമാനം എന്നായാലും ഉണ്ടാകേണ്ടത് ഇന്നായിക്കോട്ടെ. ഫെർണാണ്ടസ് മകനെ ഒന്ന് തറച്ചു നോക്കി. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നു. തികച്ച് സത്യസന്ധമായി നീ ഉത്തരം പറയണം. ചോദിക്കൂ ഡാഡി. അതിന് മുഖവുര വേണോ? നിനക്ക് ഐവിയാണോ എന്നെയാണോ ഇനി കൂടുതൽ പ്രാധാന്യം? വാട്ട് ക്വസ്റ്റ്യൻസ് ഡാഡി? ഫ്രിഞ്ചി അമ്പരന്നു. പറയൂ, എനിക്ക് ആൻസർ വേണം. ഡാഡി എന്ന നിലയിൽ ഡാഡിയെയും ഐവി എന്ന നിലയിൽ ഐവിയെയും. നോ, ഉരുളണ്ട. ക്ലിയറായി പറയൂ. നിനക്ക് അത്യാവശ്യം ആരെയാണ്? 2 പേരെയും. ഇല്ല, ഒരാളെ നിനക്കെടുക്കാം. ആരെയെങ്കിലും. ദൃഢമായ സ്വരം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തെളിച്ചു പറയൂ ഡാഡി. ഫ്രിഞ്ചി ആകെ അങ്കലാപ്പിലായി.
ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ആ പെണ്ണ്, രണ്ടുപേരെയും കൂടി ഒരുമിച്ച് നിനക്ക് കിട്ടില്ല. വൈ വൈ ഡാഡി? ഫ്രിഞ്ച് കിതപ്പോടെ ഒരടി മുന്നോട്ട് വെച്ചു. ഞാൻ ആ വിവാഹം നടത്തി തരില്ല, എനിക്ക് സമ്മതവുമല്ല. ഡാഡി, ഫ്രിഞ്ച് മലച്ചുപോയി. ഒരിക്കലും അവൻ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണം. ബട്ട് നീ വിഷമിക്കേണ്ട, നിനക്ക് നിർബന്ധമാണെങ്കിൽ നിനക്ക് അവളെ സ്വീകരിക്കാം, ഒരുമിച്ച് താമസിക്കാം. ഞാൻ എതിർക്കില്ല. അന്ന് മുതൽ ഞാൻ നിൻ്റെ ഡാഡിയുമല്ല. ഡാഡി തമാശ പറയുകയാണോ? ഫ്രിഞ്ചിക്ക് വിശ്വാസമാവുന്നില്ല. തമാശയല്ല, കാര്യമായിട്ട് തന്നെ. കാരണം എനിക്കിഷ്ടമല്ല, അതുതന്നെ കാരണം. എന്തുകൊണ്ടിഷ്ടമല്ല? ഫെർണാണ്ടസ് ഒന്ന് തറഞ്ഞു നോക്കി. പറയൂ ഡാഡി, എന്തുകൊണ്ടെന്ന് പറയൂ. എനിക്കത് അറിയുവാനുള്ള അവകാശമില്ലേ? അവൾ സുന്ദരിയല്ലേ, വിദ്യാസമ്പന്നയല്ലേ, ഡാഡി ആഗ്രഹിക്കുന്ന എല്ലാ കുടുംബ പശ്ചാത്തലവുമില്ലേ? പിന്നെന്താ? സുന്ദരിയാണ്, വിദ്യാസമ്പന്നയാണ്, സമ്മതിച്ചു, ഫെർണാണ്ടസ് പറഞ്ഞു. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അവളെ സംബന്ധിച്ചിടത്തോളം വെറും വട്ടപൂജ്യമാണടാ. വട്ടപൂജ്യമോ? ഡാഡി എന്താണ് ഈ പറയുന്നത്? ആരെക്കുറിച്ചാണ്? സെഷൻസ് ജഡ്ജി ജോൺ ഫ്രാൻസിസിൻ്റെ ഏക മകൾ ഐവിക്ക്? നോ നോ, ഫെർണാണ്ടസ് തടഞ്ഞു. അനാഥയായി തെരുവിൽ വാകിയേറി കരഞ്ഞുകൊണ്ട് 18 വർഷം മുമ്പ് ഒരു കുഞ്ഞിനെ കണ്ടുകിട്ടി. മക്കളില്ലാത്ത ജോൺ ഫ്രാൻസിസ് അവളെ എടുത്തു വളർത്തി. നോ നോ ഡാഡി, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഷുവർ മൈ സൺ, ഐ ആം ഷുവർ. വിവാഹം നടത്താതിരിക്കാൻ ഡാഡി ഒരു കള്ളക്കഥ പറയുകയാണ് എന്ന് നീ ധരിക്കേണ്ട. ഇതൊരു സത്യമാണ്. അവളൊരു അനാഥയാണ്. ഫ്രിഞ്ചിക്കൊന്നും ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താണ് കേൾക്കുന്നത്? ഐവി ജഡ്ജിയുടെ മകളല്ലെന്നോ? പക്ഷേ ഐവി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഫ്രിഞ്ചി വിലപിച്ചു. അനാഥയാണ് എന്ന് പറയാൻ അവൾക്ക് നാവു ഇരുമോ? അതല്ലെങ്കിൽ അവൾക്കതറിയില്ലായിരിക്കാം. പക്ഷേ എന്നായാലും ജഡ്ജിക്ക് ഐവിയെ ജീവനാണ്, എനിക്കറിയാം. അത് പ്രായശ്ചിത്തമാണടാ. പ്രായശ്ചിത്തം? യെസ്, അവളെ അനാഥയാക്കിയതിനുള്ള പ്രായശ്ചിത്തം. ഡാഡി, ഫ്രിഞ്ചി ഉറക്കെ വിളിച്ചുപോയി. താഴെ ഗാർഡനിൽ ലോബിക്ക് താഴെ എല്ലാം കേട്ട് മരവിച്ച് നിന്നിരുന്ന ഐവി വീഴാതിരിക്കാൻ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചു. ഫ്രിഞ്ചി അകത്തേക്ക് പോയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടും കണ്ടില്ല. വെറുതെ കണ്ണോടിച്ചപ്പോൾ ഒരുപാട് പൂക്കളും ചെടികളും നിറഞ്ഞ ഒരു ഗാർഡൻ ചുറ്റുമുണ്ടെന്ന് അവൾ കണ്ടു. പൂക്കൾ ഐവിയുടെ ജീവനാണ്. ആ പൂക്കളിലേക്ക് നോക്കുമ്പോൾ ഒന്നുകൂടി അവൾ കണ്ടു പ്രാവുകളും തത്തകളും തത്തിക്കളിക്കുന്ന കൂടുകൾ. എത്ര അപരിചിതമായ സ്ഥലമായിട്ടും ഒന്നിറങ്ങി ചെല്ലാതിരിക്കാൻ കഴിഞ്ഞില്ല. പ്രാവുകളെയും തത്തകളെയും കണ്ടും കളിപ്പിച്ചും നിൽക്കുമ്പോഴാണ് സ്വരം അവൾ കേട്ടത്. അവൾ നിൽക്കുന്ന ഗാർഡൻ്റെ മുകളിൽ ലോബിയിൽ നിന്നും തെല്ലുറക്കിയുള്ള സ്വരം. ഞാൻ ആ വിവാഹം നടത്തി തരില്ല, എനിക്ക് സമ്മതവുമല്ല. ഗാംഭീര്യമാർന്ന സ്വരം ഫ്രിഞ്ചിയുടെ ഡാഡിയുടേതാണെന്ന് മനസ്സിലായ നിമിഷം അവൾ തകർന്നുപോയി. പിന്നെ കേട്ടതൊക്കെയോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട പപ്പ തൻ്റെ പപ്പയല്ല, തൻ്റെ പ്രിയപ്പെട്ട മമ്മി തൻ്റെ മമ്മിയല്ല, താൻ അവരുടെ ആരുമല്ല, അനാഥ. തന്നെ അനാഥമാക്കിയതോ തൻ്റെ പ്രിയപ്പെട്ട പപ്പ. നോ നോ എന്നലറാൻ തോന്നി, കഴിഞ്ഞില്ല. പ്രാവുകൾ കുറുകി, തത്തകൾ അന്യോന്യം നോക്കി. അവൾ പക്ഷേ അവയുടെ കൂടിന് താഴെ തളർന്നിരുന്നു പോയി. അപ്പോഴും വിശ്വസിക്കാനാവാത്ത സത്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയായിരുന്നു ഫ്രിഞ്ചി. യെസ്, ഐ ആം ടെല്ലിങ് ദ ട്രൂത്ത്. അവളുടെ അപ്പനെ കൊന്നത് ജോൺ ഫ്രാൻസിസ് ആണ്. അന്നവൻ APP ആണ്. ആ കൊലയ്ക്ക് ഞാൻ സാക്ഷിയായിപ്പോയി. ഞാനന്ന് സബ് ഇൻസ്പെക്ടറാണ്. ഞങ്ങൾ സുഹൃത്തുക്കളും, ഫെർണാണ്ടസ് തുടർന്നു. ഞങ്ങളന്ന് കോണാട്ടുകരയിലായിരുന്നു. ജോണിൻ്റെ വീട് അവിടെ തന്നെയാണ്. ഞാൻ ട്രാൻസ്ഫറായി അവിടുത്തെ സ്റ്റേഷനിൽ ചാർജ് എടുത്തു. കേസ് സംബന്ധമായി പലപ്പോഴും ബന്ധപ്പെട്ടു, സുഹൃത്തുക്കളായി. നിൻ്റെ മമ്മിക്കും അവനെ അറിയാം, ഈ സത്യങ്ങളും അറിയാമായിരുന്നു. പക്ഷേ സാക്ഷ്യപ്പെടുത്താൻ അവളില്ലല്ലോ. ഡാഡി പറയുന്നത് ഞാൻ വിശ്വസിക്കാതിരിക്കുമോ? ഫ്രിഞ്ചിയുടെ സ്വരം താഴ്ന്നു. ജഡ്ജിയെ എന്നിട്ട് ശിക്ഷിച്ചില്ലേ? കോടതിക്ക് തെളിവാണ് വേണ്ടത്. അത് ശിക്ഷിക്കുന്നത് സാക്ഷികളാണ്. ഇവിടെ കൊല ചെയ്തത് ശിക്ഷിക്കാൻ അധികാരമുള്ളയാൾ സാക്ഷിയാണ്. കുറ്റം കണ്ടുപിടിക്കാൻ നിയുക്തനായ ഇൻസ്പെക്ടർ. ഇരുവരും കണ്ണടച്ചാൽ പിന്നെ ആര് ശിക്ഷിക്കും? പിടിക്കപ്പെടാത്തവനും ശിക്ഷിക്കപ്പെടാത്തവനും ആയാൽ പിന്നെ മാന്യൻ. ഫെർണാണ്ടസ് പതിയെ പറഞ്ഞു. എന്തിനാണ് ആ മനുഷ്യൻ അയാളെ കൊന്നത്? ഒരു നിമിഷം കഴിഞ്ഞു മറുപടിക്ക്. അയാളുടെ ഭാര്യ. ആ പെണ്ണിൻ്റെ അമ്മ സുന്ദരിയായിരുന്നു. എങ്ങനെയോ അവർ പരിചയപ്പെട്ടു. ചില രാത്രികളിൽ ജോണിൻ്റെ കാർ തെരുവിലെ ആ കൂര തപ്പിച്ചെന്നു. തെരുവോരത്തെ കോളനികളിലൊന്നിൽ 2.5 വയസ്സുള്ള കുട്ടിയെ ഉറക്കിയിട്ട് അവൾ അവനെ സ്വീകരിച്ചു. ആവർത്തനങ്ങളുടെ നാളുകളിലൊന്നിൽ അവളുടെ കെട്ടിയോൻ കണ്ടുപിടിച്ചു. ഒരു ലോറി ഡ്രൈവറായിരുന്ന അയാൾ വല്ലപ്പോഴുമേ വീട്ടിൽ വരൂ. അയാളില്ലാത്ത ദിവസങ്ങളിലാണ് ജോണിൻ്റെ കാറ് തെരുവോരത്തെത്തുന്നത്. കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ പ്രശ്നമായി. അയാൾ ബഹളം വെച്ചു. തല്ലുകയും ചെയ്തിരിക്കാം. സംഭവം ഊഹിക്കാവുന്നതേയുള്ളൂ. രക്ഷപ്പെടാൻ മാർഗം അതേ അയാൾ കണ്ടുള്ളൂ, കൊല്ലുക. ഒരു കേസന്വേഷണം കഴിഞ്ഞ് വഴുതുന്ന വഴിയായിരുന്നു ഞാൻ. വഴിയിലേക്ക് പാഞ്ഞിറങ്ങി വന്ന ജോൺ എൻ്റെ മുമ്പിൽ വന്നു പെട്ടു.
മറയ്ക്കാൻ കഴിഞ്ഞില്ല. ഞാനും ചെന്ന് കണ്ടു. ആ സ്ത്രീയുമായുള്ള ബന്ധം ഞാനും അറിഞ്ഞതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്ന് ഊഹിച്ചിരുന്നു. പക്ഷേ ഇത്രയ്ക്ക് കടന്ന കൈയാകുമെന്ന് കരുതിയില്ല. രക്ഷിക്കണമെന്നവൻ കാലിൽ വീണു പറഞ്ഞു. ഞാൻ രക്ഷിച്ചു. കോണാട്ടുപള്ളിയിലെ സെമിത്തേരിയിൽ ജോണിൻ്റെ കുടുംബക്കല്ലറയുണ്ട്. അതിനുള്ളിലിട്ട് അടച്ചതും ആരും അറിഞ്ഞില്ല. ചെറിയാൻ എങ്ങോട്ടോ സ്ഥലം വിട്ടു എന്ന് പ്രചരിപ്പിച്ചത് കെട്ടിയോള് തന്നെയാണ്, ആനിയമ്മ. ആരും സംശയിച്ചില്ല. ഇന്നും സംശയമില്ല. കഷ്ടിച്ച് 2 മാസം കഴിഞ്ഞ് കാണും. ആനിയമ്മയും മരിച്ചു. പെട്ടെന്ന് എന്തോ രോഗം വന്നു. ആ കുട്ടി അനാഥയായി. അതിനെ ആരും നോക്കാനില്ലാതായി. വഴിയരികിലിരുന്ന് ആ കുഞ്ഞ് ഉറക്കെ കരയുന്നത് കേട്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. ഞാൻ ഇന്നും ഓർക്കുന്നു. ഒരു സ്നേഹിതൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ മടങ്ങുമ്പോൾ സന്ധ്യയ്ക്ക് വീടിൻ്റെ മുൻവശം തന്നെ. ആർക്കും വേണ്ടായിരുന്നു ആ പെൺകുഞ്ഞിനെ. വണ്ടി നിന്നപാടെ ജോൺ ഇറങ്ങി. ആ കുട്ടിയെ എടുത്ത് കാറിലിരുത്തി. ഞാൻ എൻ്റെ വീട്ടിലിറങ്ങി. ജോൺ ആ കുഞ്ഞിനെയും കൊണ്ടുപോയി. റീത്ത നല്ലവളാണ്. മാത്രമല്ല പ്രസവം ആ സ്ത്രീയുടെ ജന്മത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒന്ന്. ആ കുട്ടി വളർന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ഥലമാറ്റമായി. വിത്ത് പ്രൊമോഷൻ. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറായി. അതിനു മുമ്പേ ആ കുഞ്ഞിനെയും കൊണ്ട് ആ സ്ഥലത്ത് നിന്ന് ജോണും റീത്തയും പോയിരുന്നു. അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത്. ആ കുട്ടി സ്വന്തമല്ലെന്ന് ആരും അറിയാതിരിക്കാൻ. ഇവിടെ എത്തി താമസം ആരംഭിച്ചിട്ട് 5-6 വർഷം ആയിട്ടുള്ളൂ. ഇവിടെ വന്നയുടനെ ഞാൻ അറിഞ്ഞു. പക്ഷേ അടുപ്പം അതിനു മുമ്പേ ഞാൻ നിർത്തിയിരുന്നു. അതെന്താ? അത് നിന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. നീ അറിയേണ്ടുന്ന ആവശ്യവുമില്ല, ഫെർണാണ്ടസ് തുടർന്നു. ഇനി പറയൂ, ആ പെണ്ണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉയർന്നതാണോ? പക്ഷേ ഡാഡി, ഫ്രിഞ്ചി പരിങ്ങലിലായി. ചോദിച്ചതിന് ഉത്തരം പറയടാ. വെൽ ബാക്ക്ഗ്രൗണ്ട് ആണോ? അല്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ അറിയാതെയല്ലേ നീ അവളെ ഇഷ്ടപ്പെട്ടത്? അതെ. ഇങ്ങനെയൊരു പെണ്ണിനെ നീ ആഗ്രഹിച്ചിരുന്നോ? ഇല്ല. ശരി, നിനക്ക് വെൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു പെണ്ണിനെ മതി. എന്താ? ബട്ട് ഡാഡി, നമ്മൾ അറിയുന്നത് അവളുടെ വെൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയല്ലേ? ഈ പറഞ്ഞ കാര്യം ഡാഡിക്ക് മാത്രമല്ലേ അറിയാവൂ? അതെ. ആ എൻ്റെ മകനാണ് നീ. അതാണ് കുഴപ്പം, ഫെർണാണ്ടസ് പറഞ്ഞു. നീ സ്നേഹിച്ചു പോയി. ഇതൊന്നും അറിയാതെ തന്നെ. അതുകൊണ്ട് തന്നെ പിരിയാൻ വയ്യ. വിവാഹവും നടന്നു. പക്ഷേ ഈ ഭ്രമം കുറച്ച് നാൾ കൊണ്ട് കഴിയും. പിന്നെ ഈ വിവാഹം നിനക്കൊരു ബാധ്യതയാവും. അന്ന് നീ തകരും. പക്ഷേ ഡാഡി, പക്ഷേ ഒന്നുമില്ലടാ. നിനക്ക് തീരുമാനിക്കാം. അവളെ തന്നെ വേണമെങ്കിൽ സ്വീകരിക്കാം. ഒരുമിച്ച് ജീവിക്കാം. ഞാനൊരു ശല്യത്തിനും വരില്ല. ബട്ട് അറിയാമല്ലോ നിന്റെ ഡാഡിയെ. നീ അവളെ മിന്നുകെട്ടുന്ന ആ നിമിഷം ഈ ഫെർണാണ്ടസ് ഒറ്റയാനാകും. ഒരു മകനും ജന്മം കൊടുത്തിട്ടില്ലാത്ത ഫെർണാണ്ടസ്. നിനക്കിനി പോകാം. ഫെർണാണ്ടസ് വീണ്ടും കസേരയിലിരുന്ന് ആടാൻ തുടങ്ങി. മാറ്റിവെച്ചിരുന്ന ഗ്ലാസ് എടുത്ത് നോക്കി. ഐസ് അലിഞ്ഞില്ലാതായിരിക്കുന്നു. മെല്ലെ ചുണ്ടോടടുപ്പിച്ചു. ഡാഡി, ഞാൻ ഫ്രിഞ്ചി നിൽക്കാനും പോകാനും വയ്യാത്ത ഒരവസ്ഥയിൽ തീക്കടലിൽ വീണ മട്ടായിരിക്കുന്നു. ഇക്കാര്യത്തെക്കുറിച്ചാണെങ്കിൽ ഇനിയൊന്നും പറയണ്ട, ഫെർണാണ്ടസ് തീർത്തു പറഞ്ഞു. ഡാഡി പ്ലീസ്. അവൾ ഓർഫനാണ്, സമ്മതിച്ചു. പക്ഷേ അത് അവളുടെ കുറ്റമാണോ? അവളുടെ അമ്മ പിഴച്ചു. അത് അവളുടെ കുറ്റമാണോ? ആ ജഡ്ജി കൊലപാതകിയായതും അവളുടെ കുറ്റം കൊണ്ടാണോ? എന്ത് കാരണത്താലാണ് ഞാൻ അവളെ ശിക്ഷിക്കേണ്ടത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തീർത്തു പറയാൻ പറ്റില്ല ഡാഡി. ഒരു പുനർചിന്തനം വേണം ഇക്കാര്യത്തിലെങ്കിലും. സോറി മൈ സൺ. ഡാഡി പ്ലീസ്. അവൾ കാറിലുണ്ട്. ഞാൻ വിളിക്കാം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത തെറ്റിന് ഒരു പാവം പെണ്ണിനെ തീക്കുള്ളിൽ തള്ളിയിടാമോ? അവളുടെ പപ്പ ഡാഡിയുടെ സുഹൃത്തായിരുന്നതല്ലേ? ആയിരുന്നു. നിർഭാഗ്യവശാൽ. ഡാഡി വൈരാഗ്യം വെച്ച് സംസാരിക്കുന്നു, ഫ്രിഞ്ചി തുറന്നു പറഞ്ഞു. അവൻ്റെ സ്വരത്തിലടങ്ങിയിരിക്കുന്ന നീരസം ഫെർണാണ്ടസ് അറിഞ്ഞു. കയ്യിലിരുന്ന ഗ്ലാസ്സിലെ ദ്രാവകം ഒറ്റ വലിക്ക് അകത്താക്കി ഗ്ലാസ് ശബ്ദത്തോടെ ടീപ്പോയ്മേൽ വെച്ചു. എന്ത് വൈരാഗ്യം? ആരോട് വൈരാഗ്യം? ഫെർണാണ്ടസ് വീണ്ടും കുപ്പിയിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പകരുകയാണ്. എന്തിനാ ഡാഡി ഇത്രയധികം കഴിക്കുന്നത്? ഫ്രിഞ്ചി അസഹ്യതയോടെ ചോദിച്ചു. മോനെ, എൻ്റെ ജീവിതം ഈ സാഹിത്യകാരന്മാർ പറയും പോലെ സ്വർഗസുന്ദരമായിരുന്നടാ. ക്ലാര, നിൻ്റെ മമ്മി, അവൾ പോയതോടെ സ്വർഗത്തിൽ പാതി നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിച്ചെടുക്കാനാണ് ഞാൻ ഇങ്ങനെ കുടിക്കുന്നത്. നിനക്കറിയാമല്ലോ ഞാനൊരു മുഴുക്കുടിയനൊന്നുമല്ലാന്ന്. എന്നാൽ പക്ഷേ ഇനി മുഴുക്കുടിയനാകാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയാണിതും എന്ന് കൂട്ടിക്കോളൂ. തെളിച്ചു പറയൂ ഡാഡി. ശേഷിച്ച പാതി സ്വർഗവും കൊണ്ട് നീയും അകലുകയല്ലേ? നിന്റെ വിവാഹത്തോടെ അരക്കുടിയനായ ഫെർണാണ്ടസ് മുഴുക്കുടിയനാകുന്നു. അതാണെൻ്റെ ശേഷിച്ച ജീവിതം. ദ്രവിച്ച് അറ്റ് വീഴും വരെ തുടരും. എൻ്റെ വിവാഹം ഇത്ര വലിയൊരു തെറ്റാണോ ഡാഡി? ഫ്രിഞ്ചിക്ക് സങ്കടം വന്നുപോയി. നിന്റെ വിവാഹം, ആഘോഷം, നിന്റെ പെണ്ണിൻ്റെ ബന്ധുക്കൾ, അവരുമൊത്തുള്ള സഹകരണം, അങ്ങനെയൊക്കെ അതേക്കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങളൊന്നും നിന്റെ ഈ ബന്ധത്തിലുണ്ടാവില്ല. ഈ ജന്മം മുഴുവൻ വിചാരിച്ചാലും അവളെ മരുമകളായി കാണാനോ സ്നേഹിക്കാനോ എനിക്കാവില്ല.
ഉള്ളിൽ മറ്റൊന്ന് വെച്ച് പുറമേ സ്നേഹം കാട്ടാൻ എനിക്കറിയില്ലെന്നും എൻ്റെ മകനറിയാലോ. പിന്നെ എങ്ങനെ ഞാനിതിന് സമ്മതിക്കും? പക്ഷേ വയസ്സായ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിൻ്റെ സ്വപ്നങ്ങളെ തകർക്കാനും ഞാൻ ആളല്ല. നീ കണ്ടുവച്ചത് ഈ പെൺകുട്ടിയല്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. എന്തായാലും നിനക്കും ഒഴിവാക്കാൻ നന്ന് അവളേക്കാൾ ഞാനാണ്. നീ ബുദ്ധിമുട്ടണ്ട, ഞാൻ സ്വയം ഒഴിയുന്നു, അത്രമാത്രം. ഫെർണാണ്ടസ് ഗ്ലാസ് കാലിയാക്കി. എൻ്റെ വിവാഹത്തെക്കുറിച്ച് എനിക്കുമുണ്ട് ചില സങ്കല്പങ്ങൾ. ഫ്രിഞ്ചി ദൃഢസ്വരത്തിലും എന്നാൽ അത്യധികം സങ്കടത്തിലും പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ട പെണ്ണ്, അത്യാഡംബരപൂർവ്വം പള്ളിയിൽ വെച്ച് വിവാഹം, ക്ഷണിക്കപ്പെട്ട അതിഥികൾ, മമ്മിയില്ല, പകരം ഡാഡി. എല്ലാറ്റിനും മുൻപിൽ ഡാഡി ഉണ്ടാവുക, ഡാഡിയുടെ ആശീർവാദത്തോടെ മിന്നുകെട്ടുക, ഡാഡിയുടെ അനുമതിയോടെ ജീവിതം ആരംഭിക്കുക, ഈ വീട്ടിൽ കെട്ടുപോയ വെളിച്ചം തെളിക്കുക, ഈ വീട്ടിൽ ശബ്ദങ്ങൾ ഉയർത്തുക, ഡാഡി പറഞ്ഞ നഷ്ടപ്പെട്ട പാതി സ്വർഗം തിരിച്ചെടുക്കുക. അങ്ങനെയൊക്കെ. ഇങ്ങനെയൊന്നുമില്ലാതെയുള്ള ഒരു വിവാഹം ഈ ജന്മം ഫ്രിഞ്ചിക്ക് വേണ്ട. അവസാനമായപ്പോഴേക്കും തികഞ്ഞ നിശ്ചയദാർഢ്യമായിരുന്നു സ്വരത്തിൽ. എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നത് ഐവിയെയോ ഡാഡിയെയോ അല്ല, വിവാഹം തന്നെയാണ്. ഫെർണാണ്ടസ് ഞെട്ടി മുഖമുയർത്തി. മകനെ അറിയാം, പിടിവാശിക്കാരൻ, തൻ്റെ മകൻ തന്നെ. ഒട്ടും വാശിക്ക് കുറവില്ല. യെസ്, എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് ഐവിയുമായിട്ടായിരിക്കും. ആ വിവാഹം ഡാഡി തന്നെ നടത്തി തരികയും വേണം. ഇങ്ങനെയല്ലെങ്കിൽ ഫ്രിഞ്ചിക്ക് ഈ ജന്മം വിവാഹം ഉണ്ടാവില്ല, ഷുവർ. ഉറച്ച സ്വരം. ഫ്രിഞ്ചി. യെസ് ഡാഡി. ഡാഡിയുടെ തീരുമാനങ്ങൾ പാലിക്കപ്പെടുന്നത് പോലെ തന്നെ എൻ്റെ തീരുമാനങ്ങൾ പാലിക്കപ്പെടണം. കാരണം ഞാൻ ഡാഡിയുടെ മകനാണ്. ഫെർണാണ്ടസിന് മിണ്ടാൻ കഴിഞ്ഞില്ല. എന്തു മിണ്ടാൻ? തൻ്റെ തീരുമാനങ്ങൾ അപ്പടി നടപ്പിലാക്കാൻ താൻ എത്രമാത്രം ജാഗ്രത പുലർത്തുന്നുവോ അത്രയും അതിലധികവും ജാഗ്രതയാണ് ഫ്രിഞ്ചിക്ക്, അതറിയാം. അതുകൊണ്ടാണ് ആ പെണ്ണുമായിട്ടുള്ള ബന്ധം അറിഞ്ഞപ്പോഴും അത് തുടർന്നപ്പോഴും തടയാതിരുന്നത്. തടഞ്ഞാൽ വാശി കൂടുകയുള്ളൂ അവന്. വിവാഹകാര്യത്തിലും തടഞ്ഞാൽ പറ്റില്ലെന്ന് അറിയാമായിരുന്നത് കൊണ്ട് തന്നെയാണ് സ്വയം തീരുമാനിച്ചു കൊള്ളാൻ സമ്മതിച്ചതും. എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനാണെങ്കിൽ ഇക്കാര്യവുമായി ഞാൻ ഡാഡിയെ സമീപിക്കേണ്ടതില്ലായിരുന്നല്ലോ. ആകട്ടെ, ഇപ്പോൾ ഡാഡി എനിക്കായി ഒരല്പം വിട്ടുവീഴ്ച ചെയ്യണം. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഞാൻ കാലു പിടിക്കുന്നു. ഞാൻ വളരെ നിർബന്ധിച്ചാണ് ഐവിയെ വിളിച്ചുകൊണ്ട് വന്നത്, ഡാഡിയെ പരിചയപ്പെടുത്താൻ. അവൾ വളരെ സമയമായി കാത്തിരിക്കുന്നു. എന്നെ അവളുടെ മുന്നിൽ വെച്ച് ഡാഡി കൊച്ചാക്കരുത്. അവളോട് ഇക്കാര്യം ഒന്നും പറയുകയും അരുത്. ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം, സ്നേഹമായി ഒരു വാക്ക്. പിന്നീട് ഒരിക്കലും അവൾ ഡാഡിയുടെ സമ്മതമില്ലാതെ ഇവിടെ വരില്ല, തീർച്ച. ഓക്കെ, ഫെർണാണ്ടസ് ആലോചനയോടെ പറഞ്ഞു. ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഫ്രിഞ്ചി അവിശ്വസനീയതയോടെ നോക്കി. ഫെർണാണ്ടസ് കസേരയിൽ നിന്നിറങ്ങി മെല്ലെ മുറി കടന്നു. ഗോവണി വഴി താഴേക്ക്. ഫ്രിഞ്ചി പിന്തുടർന്നു. ഹാളിലെത്തി ഫെർണാണ്ടസ് സെറ്റിമേലിരുന്നു. ഫ്രിഞ്ചി മുറ്റത്തേക്ക് ധൃതിയിൽ വന്നു. കാറിനകം ശൂന്യം. ഐവി ഇല്ല. എവിടെ? ഫ്രിഞ്ചി നാലുപാടും നോക്കി, ഗാർഡനിലെ പൂക്കൾക്കിടയിൽ പോലും. പക്ഷേ അവളില്ല. ആ കുട്ടി ഗേറ്റ് കടന്നു പോയി. ഇത്തിരി നേരമായല്ലോ, കുര്യാപ്പി പറഞ്ഞു. മൈ ഗോഡ്, അവൾ ഭയന്നോടിയതാണോ? ഒരുപക്ഷെ അവൾ ഭയന്നതല്ലേ സംഭവിച്ചിരിക്കുന്നത്. ഡാഡി പറഞ്ഞ സത്യങ്ങൾ ഐവിക്കും അറിയാമായിരുന്നോ? ഫ്രിഞ്ചിയുടെ തലച്ചോറിനുള്ളിൽ കടലിരുമ്പി. ഗേറ്റ് കടന്ന് പാഞ്ഞോടുകയായിരുന്നു ഐവി. ആദ്യം കണ്ട ഓട്ടോറിക്ഷയ്ക്ക് കൈനീട്ടി. അതിനുള്ളിലേക്ക് വീഴുകയായിരുന്നു. വല്ലാതെ അവൾ കിതച്ചു. എന്താണ് കേട്ടത്? വിശ്വസിക്കാൻ വയ്യ. പറഞ്ഞതൊക്കെ വെറുതെയാണോ? അങ്ങനെയൊക്കെ താൻ കേട്ടോ? സത്യമാണോ താൻ കേട്ടതൊക്കെ? പറഞ്ഞതാര്? ഫ്രിഞ്ചിയുടെ ഡാഡി. ഫ്രിഞ്ചിയോട് താൻ അനാഥയാണെന്ന്, തൻ്റെ പപ്പയും മമ്മിയും തൻ്റേതല്ലെന്ന്, തനിക്ക് ജന്മം തന്നവനെ പപ്പ കൊന്നെന്ന്, ശവം പോലും ആരെയും കാട്ടാതെ ഏതോ ശവക്കല്ലറയിൽ ഒക്കെയ്ക്കും സാക്ഷിയായി തന്നെ പ്രസവിച്ച സ്ത്രീ. എല്ലാം ഫ്രിഞ്ചിയുടെ ഡാഡിക്കറിയാം. ആ മനുഷ്യൻ തൻ്റെ പപ്പയ്ക്ക് കൂട്ടുനിന്നതാണ്. പപ്പയോ? തൻ്റെ പപ്പായോ? ഐവിക്ക് തലയറഞ്ഞ് കരയാൻ തോന്നി. കൊലപാതകി, അതും തനിക്ക് ജന്മം തന്ന ഒരു പാവം മനുഷ്യനെ. വഞ്ചിക്കപ്പെട്ട ഒരു പാവം മനുഷ്യൻ. താൻ ആരാണ്? എന്താണ് തൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? ഫ്രിഞ്ചിയുടെ ഫാദർ പറഞ്ഞതാണ് ശരി. ഒന്നുമില്ല, അഭിമാനിക്കാൻ ഒന്നുമില്ല. വെറും വട്ടപൂജ്യം. വട്ടപൂജ്യമായി കഴിഞ്ഞാൽ മതിയായിരുന്നു. തെരുവിൽ കരഞ്ഞു നടന്നപ്പോൾ എടുക്കേണ്ടിയിരുന്നില്ല. സുഖത്തിൻ്റെ പർദീസയിലേക്ക് വലിച്ചിടേണ്ടിയിരുന്നില്ല. യഥാർത്ഥത്തിൽ തന്നെ എടുത്തു വളർത്തിയത് എന്തിന്? ഈ ലോകത്തിൽ എത്രയോ അനാഥ കുട്ടികളുണ്ട്. തനിക്ക് മാത്രം എന്തായിരുന്നു പ്രത്യേകത? കുറ്റബോധം. തൻ്റെ ഈ ശരീരം, ലഭിച്ച വിദ്യാഭ്യാസം ഒക്കെ കുറ്റബോധത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. വേണ്ട, ഈ അംഗീകാരം വേണ്ട. ഇതിലൊക്കെ ചോരയുടെ മണമുണ്ട്. തൻ്റെ അപ്പൻ്റെ. തൻ്റെ ശരീരത്തിൻ്റെ രോമകൂപങ്ങളിൽ പോലും ആ പച്ചച്ചോരയുടെ ഗന്ധമുണ്ട്. ഈ ശരീരം ഇനി എന്തിന്? നശിപ്പിച്ചാലോ? ആത്മഹത്യ, അതാണ് ഭേദം.
തനിക്കിനി ആരുണ്ട്? താൻ ആരാണ്? എങ്ങോട്ടാണ് ഈ യാത്ര? ഏതാണ് ലക്ഷ്യം? ഐവിക്ക് തല കറങ്ങി. പക്ഷെ ഓട്ടോയിൽ കടന്നിരുന്നപ്പോഴേ ലക്ഷ്യം പറഞ്ഞിരുന്നു. ജഡ്ജി ജോൺ ഫ്രാൻസിസിൻ്റെ വീട്ടിൽ ഐവി വില്ല. എന്തിനങ്ങനെ പറഞ്ഞു? ആ മനുഷ്യൻ തൻ്റെ ആരാണ്? നിമിഷം കൊണ്ട് തൻ്റെ ആരുമല്ലാതായിരിക്കുന്നു. ഒരുപാട് അകൽച്ച തോന്നുന്നു. ഓർക്കുമ്പോൾ അറപ്പ് തോന്നുന്നു. പരസ്ത്രീയെ പ്രാപിക്കാൻ പാതിരാത്രിക്ക് പമ്മിച്ചെല്ലുന്ന വിടനാണ്. അത് കണ്ടുവന്ന നിരപരാധിയായ ഒരു മനുഷ്യനെ കുത്തിക്കീറുക, ശവം ആരോരും അറിയാതെ മറവ് ചെയ്യുക, ലോകത്തെ വഞ്ചിച്ച് മാന്യനാവുക. താൻ ദൈവത്തെപ്പോലെ കരുതി സ്നേഹിച്ച ആ മനുഷ്യൻ്റെ പിന്നിലുള്ള വഞ്ചന. ഛീ! വലിയ ബംഗ്ലാവിന് പേര്. തൻ്റെ പേരെന്തിനാ മനുഷ്യൻ ഈ ബംഗ്ലാവിനിട്ടു? കുറ്റബോധം, കുറ്റബോധം, കുറ്റബോധത്തിൻ്റെ തെരുവ് സന്തതിയാണ് താൻ. എല്ലാം പ്രായശ്ചിത്തമാണ്. ജീസസിന് മുമ്പിൽ പ്രായശ്ചിത്തം ചെയ്തോ? എന്നും മെഴുകുതിരി കത്തിച്ച ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചിരുന്നത് എന്താണ്? ഐവിക്ക് പുച്ഛം തോന്നി. ഐവി വില്ലയുടെ ഗേറ്റിങ്കിൽ ഓട്ടോ നിന്നു. കൂറ്റൻ ബംഗ്ലാവ്. തെരുവിലെ കുട്ടിക്ക് അപ്രാപ്യമായ ഒരു മേഖല. സത്യത്തിൽ കടുവ ഇതിനുള്ളിലാണ്. മനുഷ്യരെ പച്ചയ്ക്ക് തിന്നുന്ന കടുവ. ഈ വീട്ടിലേക്ക് എന്തിനു കയറണം? ഇനി എന്തിനു താമസിക്കണം? ഇവിടെ തനിക്ക് ആരുണ്ട്? ആരുമില്ല. ഹേ, ഇതല്ലേ പറഞ്ഞ വീട്? ഓട്ടോക്കാരൻ പിന്നോട്ട് തിരിഞ്ഞ് ചോദിച്ചു. ആ ആ ഐവി ഇറങ്ങി. പണം കൊടുത്തു. ഓട്ടോ തിരിച്ചുപോയി. ഐവി ഗേറ്റിങ്കിൽ സ്തംഭിച്ച് നിന്നു. ആ വീട് ഒരു അഗ്നികൂടാരം പോലെ നിൽക്കുന്നു. അതിനുള്ളിൽ കടന്നാൽ പൊള്ളും. എന്തായാലും കയറണം. പൊള്ളട്ടെ, ചോദിക്കണം. വർഷങ്ങളായി തന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് അതേക്കുറിച്ച് ചോദിക്കാതിരിക്കുന്നത് എങ്ങനെ? ചോദിച്ചറിയണം, നേരിട്ടറിയണം. എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. ചതിയെ ചതി കൊണ്ട് നേരിട്ടാലേ നൊമ്പരം അറിയൂ. മെല്ലെ ഗേറ്റ് കടന്നു. തീക്കനൽ പോലെ ജ്വലിക്കുന്ന വഴിത്താരിയിലൂടെ നടക്കുമ്പോൾ അന്നേ വരെ തോന്നാത്ത അപരിചിത്വം ഉള്ളിൽ നിറഞ്ഞു. സിറ്റൗട്ടിൽ നിന്നും അകത്തേക്ക് കടക്കുമ്പോൾ സ്തംഭിച്ചു നിന്നു. മമ്മി ഫോൺ ചെയ്യുന്നു. ഐവിയെ കണ്ടത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മോളെ, ഏതാ മോൾക്കാ ഫോൺ. സ്നേഹലോലമാർന്ന സ്വരം. ആർദ്രമായ ഒരു സംഗീതം പോലെയാണ് സ്വരം. ഐവിയുടെ മനം ഒന്നുലഞ്ഞു. സ്നേഹം കവിഞ്ഞൊഴുകുന്ന സ്വരം. സ്നേഹം മാത്രം തങ്ങി നിൽക്കുന്ന മുഖം. സ്നേഹം ഒരു മലയോളം വലിപ്പത്തിൽ നോക്കിയാൽ കാണാവുന്ന കണ്ണുകൾ. പക്ഷെ ഈ ഭാവത്തിന് പിന്നിലും എന്തൊരു വഞ്ചന. മോളെ, വേഗം വരൂ. മോളുടെ ഫ്രണ്ട് ഫ്രിഞ്ചി. റീത്ത വീണ്ടും വിളിച്ചു. ഫ്രിഞ്ചി ഒരു നടുക്കം നെഞ്ചിൽ. തന്നെ കാവലിരുത്തിയിട്ട് മുകളിലേക്ക് പോയി. താൻ ഒന്നും പറയാതെ പോന്നു. അന്വേഷിച്ചിട്ടുണ്ടാകും. ഇവിടെ എത്തിയോന്നറിയാനാകും വിളിച്ചത്. മിക്കപ്പോഴും വിളിക്കും. മമ്മിയോ പപ്പായോ ആണ് എടുക്കുന്നതെങ്കിൽ സ്വരം മാറ്റിയേ സംസാരിക്കൂ. പെണ്ണിൻ്റെ സ്വരം. ഫ്രിഞ്ചി എന്ന കൂട്ടുകാരി. ഐവി മെല്ലെ ചെന്നു. ആ കുട്ടി ഇത്തിരി മുമ്പും വിളിച്ചു. മോളിവിടെ ഇല്ലാന്ന് മമ്മി പറഞ്ഞു. കുട്ടിക്ക് വിശ്വാസമാവുന്നില്ല. അതാ പിന്നെയും വിളിച്ചു. മെല്ലെ റിസീവർ വാങ്ങി. ഹലോ ഐവി. സ്വരം ശാന്തമായിരിക്കുന്നു. ഗംഭീരമുള്ള മുഴക്കമുള്ള സ്വരം. താൻ എന്തേ പറയാതെ പോയത്? മറുപടി പറഞ്ഞില്ല. മെല്ലെ റിസീവർ വെച്ചു. എന്താ മോളെ, കട്ടായിപ്പോയോ? റീത്ത ചോദിച്ചു. മെല്ലെ അവൾ തലയിളക്കി. മോളെന്താ വല്ലാണ്ട് ആകെ വിയർത്തിരിക്കുന്നല്ലോ. എവിടെ പോയതായിരുന്നു? എന്താ കാർ എടുക്കാതിരുന്നത്? ഐവി മിണ്ടിയില്ല. എൻ്റെ മോൾക്ക് എന്തു പറ്റി? എന്തെങ്കിലും അസുഖമുണ്ടോ? റീത്തയ്ക്ക് ആകെ പരിഭ്രമമായി. ഒന്നുമില്ല. ഐവി മെല്ലെ തിരിഞ്ഞ മുറിയിലേക്ക് നടന്നു. ഒന്നുമില്ലാന്ന് പറഞ്ഞാലോ? റീത്ത പിടിച്ചു നിർത്തി. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? അറിയാതെ സ്വരം പൊങ്ങിപ്പോയി. മോളെ. റീത്ത നടുങ്ങി. ആദ്യമായിട്ടായിരുന്നു ഐവിയുടെ ആ ഉയർന്ന സ്വരം കേട്ടത്. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ മൈ ഡിയർ മമ്മി എന്നൊക്കെ കൊഞ്ചി പറഞ്ഞ് കഴുത്തിൽ തൂങ്ങുകയാണ് ഐവിയുടെ പതിവ്. പകരം ദേഷ്യമോ? അതെ, ദേഷ്യത്തിൽ തന്നെയാണ്. തമാശയല്ല. റീത്ത അവളുടെ മുഖം കണ്ടു. ചുവന്ന മുഖം, കത്തുന്ന കണ്ണുകൾ കണ്ടു. ആളിപ്പടരുന്ന ഭാവം. വീണ്ടും ഫോൺ ബെല്ലടി മുഴങ്ങി. റീത്ത തന്നെ എടുത്തു. ഹലോ, റീത്ത ഹിയർ. ആ കുട്ടി തന്നെയാണ്. റീത്ത റിസീവർ അവൾക്ക് നീട്ടി. പിന്നെ മെല്ലെ അകത്തേക്ക് പോയി. അവരുടെ നിറഞ്ഞ മിഴികൾ ഉള്ളിൽ പോറലേൽപ്പിക്കുന്നുണ്ടോ? ഹലോ ഐവി, താൻ എന്ത് പണിയാണ് കാട്ടുന്നതൊക്കെ? എന്തിനാ റിസീവർ വെച്ചത്? മിണ്ടാട്ടമില്ല. ഞാൻ എത്ര കെഞ്ചി പറഞ്ഞിട്ടാ ഡാഡി താഴേക്ക് വന്നതെന്നറിയാമോ? ഡാഡിക്കു വിരോധമൊന്നുമില്ലടോ. പ്രിഞ്ചി കള്ളം പറഞ്ഞു. അവൾ മൂളി. എന്നിട്ട് താൻ എന്നെ ചമ്മിച്ചു. ഓ, ഡാഡി എന്താ കരുതുക? ഇനിയിപ്പോൾ എന്ത് കരുതിയിട്ടെന്താ? വാക്കുകൾ ദൃഢമായോ? താൻ എന്താ പറഞ്ഞത്? നമ്മൾ തീരുമാനിച്ചു. ഇനിയിപ്പോൾ ആരെങ്കിലും തടഞ്ഞാൽ തന്നെ നമ്മൾ പിന്മാറുമോ? താൻ ആളാകെ മാറിയ മട്ടുണ്ടല്ലോ. എവിടുന്ന് കിട്ടി ഈ ധൈര്യം? വേണ്ടപ്പോൾ ധൈര്യം താനേ വരും. ആകട്ടെ, താനെന്താ ഓടിയത്? ഭയന്നിട്ട്. നല്ല ധൈര്യം തന്നെ. തന്നെ ഇനി എന്ന് കാണാം? നാളെ. എന്തിന് കാണണം? സംസാരിക്കാനുണ്ട് പലതും. നാളെ എപ്പോഴാണ് കാണുക? പറയാൻ വയ്യ. ഫ്രഞ്ചിക്ക് വീണ്ടും ഉത്കണ്ഠ. ഐവി മൗനം പാലിച്ചു.
താനെന്താ വല്ലാതെ? തൻ്റെ സ്വരത്തിന് വല്ലാത്ത കട്ടി. ഞാൻ നാളെ വിളിക്കാം. ഷുവർ ഷുവർ, ഐവി പറഞ്ഞു. ആ, തൻ്റെ ഭയം മാറിയോ? ഭയമോ? യെസ്, എൻ്റെ ഡിയർ കടുവയോടുള്ള ഭയം. ആ, ഭയം മാറിയതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടല്ലേ? ഫ്രിഞ്ചിയുടെ സ്വരത്തിലെ കൃത്രിമത്വവും കൃത്രിമ ചിരിയും ഐവി തിരിച്ചറിഞ്ഞു. ഞാൻ എന്തിന് ആരെ ഭയക്കണം? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അവൾ തറപ്പിച്ചു പറഞ്ഞു. ഇത്തിരി ഉണ്ടായിരുന്നത് തന്നെ അവിടെ വന്നപ്പോഴേ തീർന്നു കിട്ടി. മൈ ഗുഡ്നസ്, നല്ല വാർത്ത. മൈ സ്വീറ്റി, മൈ ബ്യൂട്ടി. ഫ്രിഞ്ചിയുടെ സ്വരം. ആ സ്വരത്തിലൊരു വിറയലില്ലേ? അനായാസത അഭിനയിക്കുന്നതിൻ്റെ വീർപ്പുമുട്ടൽ, സ്വപ്നങ്ങൾ തകർന്നുടയുന്നതിൻ്റെ തീവ്ര നൊമ്പരം. അറിയാത്ത ഭാവത്തിൽ സമ്മതിച്ചു. യാ. റിസീവറിലൂടെ ഒരു ചുംബനത്തിൻ്റെ സീൽക്കാരം ഐവി കേട്ടു. പതിവ് പോലെ ആ സീൽക്കാരം നെഞ്ചിലേക്ക് ആവാഹിച്ചെടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ചെവിക്കപ്പുറത്ത് വെച്ച ശബ്ദം നിലച്ചു. റിസീവർ വെച്ചു. നേരെ മുറിയിലേക്ക് കടന്നു വാതിൽ വലിച്ചടച്ചു. കിടക്കയിലേക്ക് വീഴുകയായിരുന്നു. നെഞ്ചിലടക്കി സൂക്ഷിച്ച കരച്ചിൽ പൊട്ടിയൊഴുകി. അണക്കെട്ട് തുറന്നു വിട്ടതുപോലെ കെട്ടിനിർത്തിയിരുന്ന വെള്ളം കുതിച്ചു ചാടുന്ന ആവേശം. നോവൽ നാളെ വീണ്ടും തുടരും.